നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 കേൾക്കുന്ന കാര്യം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ നിഷ്കളങ്കത വേണം. നിഷ്കളങ്കതയുണ്ടെങ്കിൽ സർവ്വതിലും നന്മ ദർശിക്കാൻ സാധിക്കും. ഈശ്വരനെ തന്നെ ദർശിക്കാൻ കഴിയും. നന്മയാണ് ഈശ്വരൻ. ഈശ്വരൻ സർവ്വതിലും കുടികൊള്ളുന്നു. അവിടുത്തെ ദർശിക്കാനുള്ള ദൃഷ്ടിയുണ്ടായാൽ മതി. ശാസ്ത്രജ്ഞർ പറയും സർവ്വതും ഊർജമാണെന്ന്. ഋഷികൾ പറയും സർവം ബ്രഹ്മമയം എന്ന്. ഏതിലും നല്ല സങ്കല്പം കൊടുത്ത് നീങ്ങിയാൽ സർവ്വതിലും നന്മ ദർശിക്കാൻ കഴിയും. കാരണം നമ്മുടെ മനസ്സിലാണ് നന്മ. ഒരാളിൽ നന്മ കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ തൃപ്തി നമുക്ക് തന്നെയാണ്. വിശ്വസിക്കുന്നവനാണ് നേട്ടം. എന്നാൽ മുൻവിധിയോടെ പോയാൽ ശരിയായത് ഗ്രഹിക്കാൻ നമുക്കാവില്ല. ഒരുവൻ ജിജ്ഞാസുവാണെങ്കിൽ മാത്രമേ വേണ്ടത് ഗ്രഹിക്കാൻ കഴിയൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം മിഥ്യായദ്വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി കാചാ നിർവചനീയ മായാ കിം കൽപ്പിതം ദ്വൈതം. കിം മിഥ്യായദ്വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി കാചാ നിർവചനീയ മായാ കിം കൽപ്പിതം ദ്വൈതം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. വിദ്യ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നതാണ് മിഥ്യ എന്ന് പ്രശ്നോത്തര രത്നമാലികയിലെ ചോദ്യത്തിനുത്തരമായി ആചാര്യൻ പറയുന്നു. അനിർവചനീയ ആര് എന്ന ചോദ്യത്തിന് മറുപടിയായി മായ എന്നാണ് ഉത്തരം. മിഥ്യയെയും മായയെയും കുറിച്ച് സ്വാമി ചിദാനന്ദപുരി ശങ്കരസ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. പ്രശ്നോത്തര രത്നമാലികയിൽ 59-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ചോദ്യം മിഥ്യ എന്താണ് എന്നതായിരുന്നു. കിം മിഥ്യായത് വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി. വിദ്യാനാശ്യം എന്തോ അതാണ് മിഥ്യ. വിദ്യയാൽ യഥാർത്ഥമായ അറിവിനാൽ നശിപ്പിക്കപ്പെടുന്നത്, ഇല്ലെന്ന് ബോധിപ്പിക്കപ്പെടുന്നത്, യഥാർത്ഥമായ അറിവുണ്ടാകും വരെ ഉണ്ടെന്ന് ഭാസിക്കപ്പെടുന്നത്, അതാണ് മിഥ്യ. മിഥ്യയെ വീണ്ടും വിശേഷിപ്പിക്കുന്നു തുച്ഛം. തുച്ഛമാണ്. പരമാർത്ഥത്തിൽ അങ്ങനൊരു വസ്തു ഇല്ല. അത്യല്പമാണ്, കേവലം കൽപ്പിതമാണ് എന്നർത്ഥം. ശശവിഷാണാദി, ശശവിഷാണം തുടങ്ങിയവ. ശശവിഷാണം എന്ന് പറഞ്ഞാൽ ശശത്തിൻ്റെ, മുയലിൻ്റെ വിഷാണം കൊമ്പ്. മുയലിന് കൊമ്പില്ലെങ്കിലും
മുയൽക്കൊമ്പ് എന്ന് പരാമർശിക്കപ്പെടുന്നു, അത്യന്തം ഇല്ലാത്തതിനെ സൂചിപ്പിക്കാൻ. അവിടെ മുയൽക്കൊമ്പ് ഭാസിക്കുന്നില്ലല്ലോ ആർക്കും എന്നാണെങ്കിൽ ശരിയാണ്. പക്ഷേ മുയൽക്കൊമ്പ് എന്ന വ്യവഹാരമുണ്ട്, ഭാഷയുണ്ട്. വേണമെങ്കിൽ മുയൽക്കൊമ്പിനെ ഭാവന ചെയ്യാം. കാരണം മുയലിനെയും കണ്ടിട്ടുണ്ട്, കൊമ്പിനെയും കണ്ടിട്ടുണ്ട്, കാളയിലും പശുവിലും മാനിലും. അതുപോലെ പല പല ജന്തുക്കളിലും കൊമ്പ് കാണുന്നുണ്ട്. മുയലിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടതായ രണ്ടെണ്ണത്തെ ചേർത്ത് ഇല്ലാത്തൊന്നിൻ്റെ സൃഷ്ടി മനുഷ്യ മനസ്സിന് ചെയ്യാൻ പറ്റും. അങ്ങനെ മുയൽക്കൊമ്പ് കാണാം. സ്വപ്നത്തിൽ മുയൽ കൊമ്പ് കൊണ്ട് കുത്തുന്നത് കാണാം. തുച്ഛമായ വസ്തുത്വമില്ലാത്ത വിദ്യാനാശ്യമായ, വിദ്യയാൽ നശിപ്പിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് മിഥ്യ എന്ന് പറയുന്നത്. അത്യന്തം മിഥ്യയായിരിക്കുന്നതിൻ്റെ വ്യവഹാരം എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിന് പൂർവികന്മാർ ദൃഷ്ടാന്തങ്ങളെ പറയാറുണ്ട്. അത്തരം ദൃഷ്ടാന്തങ്ങളെ ഏറെക്കുറെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു സരസവാക്യം ആചാര്യന്മാർ പറയാറുണ്ട്. മൃഗതൃഷ്ണാംഭസി സ്നാത ഖപുഷ്പകൃതശേഖര ഏഷ വന്ധ്യാസുതോ യാതി ശശശൃംഗധനുർധര എന്ന്. മൃഗതൃഷ്ണാംഭസി സ്നാത, മരീചികാജലത്തിൽ കുളിച്ചിട്ട്. മരീചികാജലമെന്നൊന്നില്ല. മരുഭൂമിയിൽ നല്ല വെയിലുള്ള സമയത്ത് വെള്ളമുള്ളതായിട്ട് മൃഗങ്ങൾക്ക് തോന്നുകയാണ്. ഏതായാലും മരീചികാജലത്തിൽ കുളിച്ചിട്ട് ഖപുഷ്പ കൃതശേഖര, ആകാശപുഷ്പങ്ങളെ ശേഖരിച്ച് ചൂടിയിട്ട്. ആകാശപുഷ്പം എന്നൊന്നില്ല. എന്നാൽ ആകാശത്തിൽ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും പുഷ്പങ്ങളെ. ഏഷ വന്ധ്യാസുതോ യാതി, ഈ വന്ധ്യയുടെ പുത്രനതാ പോകുന്നു. വന്ധ്യയ്ക്ക് പുത്രനില്ല, പുത്രനുണ്ടെങ്കിൽ അവൾ വന്ധ്യയല്ല. എങ്ങനെ? ശശശൃംഗധനുർധര, മുയലിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലും പിടിച്ചിട്ട്. ഇപ്പോൾ മുയൽക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ല് പിടിച്ച് വന്ധ്യാസുതൻ മരീചികാജലത്തിൽ കുളിച്ച് ആകാശപുഷ്പങ്ങളെ ചൂടിയതാ പോവുകയാണ്. ഇത് ഭാഷാവ്യവഹാരമാണ്. പക്ഷേ ഇതെല്ലാം വസ്തുക്കളും ഇതിൽ പ്രതിപാദിക്കപ്പെട്ടവ അത്യന്തമില്ലാത്തവയാണ്. അങ്ങനെ തുച്ഛമായ വസ്തുത്വമില്ലാത്തവ, വിദ്യാനാശ്യമായത്, അതിന് പറയുന്ന പേരാണ് മിഥ്യ എന്നത്. അപ്പോൾ കിം മിഥ്യ യദ് വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, കാച അനിർവചനീയ. അനിർവചനീയ ആരാണ്? നിർവചനീയ എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ സാധിക്കുന്നവൾ. ആരെ നിർവചിക്കാൻ പറ്റുമോ അവളാണ് നിർവചനീയ. അനിർവചനീയ, ആരെ നിർവചിക്കാൻ അസാധ്യമോ അങ്ങനെയുള്ളവൾ. ഇന്നത് എന്ന് പറയാൻ പറ്റാത്ത, വാക്കിൻ്റെ പരിധിയിൽ ഒതുക്കാൻ കഴിയാത്ത, അതാരാണ്? മറുപടി മായ. മായ അനിർവചനീയയാണ്. സത്വമല്ല, അസത്വമല്ല. മായ ഇല്ല എന്ന് പറയാനൊക്കില്ല. അപ്പോൾ ഇല്ല എന്ന് പറയാനൊക്കില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണോ അർത്ഥം? ഉണ്ടെന്നും പറയാനൊക്കില്ല. അതാണ് സന്നാപ്പി അസന്നാപ്പി ഉഭയാത്മികാനോ ഭിന്നാപ്പി അഭിന്നാപ്പി ഉഭയാത്മികാനോ. ഭിന്നയുമല്ല അഭിന്നയുമല്ല. എന്നാൽ പിന്നെ രണ്ടും ചേർന്നതാണോ? അതുമല്ല. അപ്പോൾ എന്താണെന്ന് വാക്കുകൊണ്ട് നിർവചിക്കാൻ അസാധ്യമായത്, അതാണ് അനിർവചനീയമായ. ഈ ജഗത്തിൻ്റെ വൈചിത്ര്യങ്ങളുടെ മുഴുവൻ സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന ശക്തിവിശേഷമെന്ന് നമുക്ക് പറയാം. അല്ലാതെ ഇന്നതെന്ന് നിർവചിക്കാൻ വയ്യ. അതാണ് അനിർവചനീയമായ. അപ്പോൾ ചോദ്യം വന്നു, കിം കൽപ്പിതം? ആ മായയാൽ കൽപ്പിതമായത് എന്താണ്? കൽപ്പിക്കപ്പെട്ടത് എന്താണ്? പരമാർത്ഥത്തിലില്ലാത്തതും ഈ അനിർവചനീയയായ മായയാൽ കൽപ്പിക്കപ്പെടുന്നതുമായത് എന്ത്? കിം കൽപ്പിതം? മറുപടി ദ്വൈതം. ദ്വൈതം കൽപ്പിതമാണ്. ദ്വൈതമാണ് കൽപ്പിതം. ഈ പ്രപഞ്ചത്തിലെ സകല ദ്വൈത പ്രതീതികളും കൽപ്പിതമാണ്. വിഷയം നമുക്ക് അല്പം കൂടി വിചാരം ചെയ്യാം. അടുത്ത പ്രാവശ്യമാവട്ടെ.
അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പ്രണാമം. ഇവിടെ അടുത്ത കംസൻ്റെ പൂർവ്വജന്മ വൃത്താന്തത്തെക്കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് യദുക്കളുമായിട്ട് ശത്രുക്കളായത് കംസൻ എന്നുള്ള പറയുന്നു. ആത്മാനമിഹ സഞ്ജാതം ജ്ഞാനൻ പ്രാഗ്വിഷ്ണുനാഹതം മഹാസുരം കാലനേമിം യദുഭി സവിരുദ്ധ്യത. പറയുക പ്രാക്ക് എന്ന് പറഞ്ഞാൽ മുൻ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ വിഷ്ണു ഭഗവാനാൽ ഹതം കൊല്ലപ്പെട്ടവനും മഹാസുരം, വലിയൊരു അസുരനായിരുന്നു, ആ മഹാസുരൻ എന്ന് പറയുന്നത്, മഹാസുരനും കാലനേമി എന്ന പേരുള്ളവനാണ് കാലനേമി എന്ന് പറയുന്നത്. കാലനേമി എന്നുള്ള പേരുള്ളവനും ഈ ജന്മത്തിൽ സഞ്ജാതം, ഈ വിധം ജനിച്ചവനുമായ ആത്മാനം തന്നെ ജാനൻ അറിഞ്ഞിട്ട് സഹാവൻ യദുക്കളോട് വിരോധം നടത്തി. എന്തുകൊണ്ടാണ് യദുക്കളോട് വിരോധം നടത്താനുണ്ടായ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ കഴിഞ്ഞ ജന്മത്തിൽ കാലനേമി എന്നു പേരായ ഒരു അസുരനായിരുന്നെന്നും അന്ന് വിഷ്ണു ഭഗവാനാൽ ഹനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ കംസൻ എന്ന പേരോടുകൂടി ഇവിടെ ജനിച്ചപ്പോൾ തന്നെ യദുക്കളോടും ദേവാംശ ഗുണങ്ങളുള്ള എല്ലാവരോടും തന്നെ ശത്രുവായിത്തീർന്നു. ആരെങ്കിലും നാമം ജപിക്കുന്നവരോ അതിനോട് കൂറു പുലർത്തുന്നവരോ ആയിട്ടുള്ളവരോടൊക്കെ തന്നെ കംസൻ വിരോധം പ്രകടിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റാർക്കും താല്പര്യമില്ലാത്തതും വിരോധവുമായ കാര്യങ്ങളിലൂടെ പ്രവർത്തിച്ച് വരുന്നത്. ഉഗ്രസേനം ച പിതരം യദുഭോജാന്തകാധിപം സ്വയം നിഗൃഹ്യ വിഭുജേ ശൂരസേനൻ മഹാബലം, അധികമായിട്ട് ബലമുള്ളവരെല്ലാം മഹാബലൻ എന്ന് പറയും. ഈ ബലമെന്ന് പറയുമ്പോഴത്തേക്ക് ശാരീരിക ബലമുണ്ട്, മാനസിക ബലമുണ്ട്, രണ്ട് ബലമുണ്ട്. ശാരീരിക ബലം എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കിട്ടുന്ന ബലവും, മാനസിക ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും മനസ്സ് പതറാതെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ്, അതിനുള്ള ഒരു ഊർജം സമ്പാദിക്കുന്ന ആത്മീയാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്ന ആത്മീയ ബലം, അധിക ബലമുള്ളവൻ. യദുക്കളുടെ ഭോജാക്കന്മാരുടെ അതുപോലെ തന്നെ അന്തകന്മാരുടെയും രാജാവും പിതരം തൻ്റെ പിതാവുമായ ഉഗ്രസേനനെയും സ്വയം താൻ തന്നെ നിഗ്രഹ്യ ബന്ധിച്ചിട്ട് ശൂരസേന രാജ്യങ്ങളെ വിഭുജേ അനുഭവിച്ചു. യദുക്കളെയും ഭോജക്കന്മാരെയും എന്നു വേണ്ട എല്ലാവരെയും പരിരക്ഷ ചെയ്യുന്ന ആളാണ് ശൂരസേനൻ എന്ന് പറയുന്ന രാജാവ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശൂരസേന രാജാവിനെക്കുറിച്ച്. അങ്ങനെയുള്ള രാജാവിനെ എല്ലാം ബന്ധിച്ചിട്ടാണ്, കാരാഗൃഹത്തിൽ അടച്ചിട്ടാണ് കംസൻ എന്ന് പറയുന്ന രാജാവ് രാജ്യഭരണം നടത്തുന്നത്. അപ്പോൾ കംസൻ്റെ ശത്രുക്കളാണ് യദുക്കളെന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ശത്രുവായി ആരൊക്കെ വിഷ്ണു ഭഗവാനെ ഭക്തിപൂർവ്വം ഭജിക്കുന്നു അവരും തൻ്റെ ശത്രുക്കളായി ഭവിച്ചു. അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിക്രൂര സ്വഭാവത്തോടുകൂടി രാജ്യം വാണു ആര്? കംസൻ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വീട്, ആ വീട്ടിൽ ഒരു നാഥൻ ഒരു നാഥയും ഉണ്ടാവും. രണ്ടുപേർക്കും ഗുണങ്ങളുണ്ടെങ്കിലാണ് അവിടുത്തെ കുഞ്ഞുങ്ങളും എല്ലാം നന്നായി വരിക. രണ്ടുപേർക്കും വേണം ഗുണങ്ങൾ, ഭാര്യയ്ക്കും വേണം ഭർത്താവിനും വേണം. ഈ ഗുണങ്ങൾ എങ്ങനെയാണ് അവരാർജിക്കേണ്ട? പരസ്പരമുള്ള വിശ്വാസ സ്നേഹബന്ധങ്ങളിലൂടെയാണ്. അവരുടെ മാതാപിതാക്കളെ അവർ ഏത് വിധത്തിൽ സംരക്ഷിച്ചോ അത് കണ്ടാണ് അവരുടെ മക്കൾ അത് പഠിച്ചു വരുന്നത്. അപ്പോൾ ഭാവിയിൽ ആ മക്കൾ അനുവർത്തിക്കേണ്ട സ്വഭാവത്തെക്കുറിച്ച് കൂടെ അടുത്ത് നിന്നുകൊണ്ട് ഉപദേശിക്കേണ്ട കാര്യമില്ല. കണ്ടുപഠിക്കുന്നവരാണ് എല്ലാവരും. പണ്ട് പറയും വാനരാഹ അനുകരണപ്രിയാഹ. വാനരന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവർ അനുകരണപ്രിയരാണ്. ഒരു തൊപ്പി കച്ചവടക്കാരൻ തൊപ്പി വിൽക്കാൻ പോയി. വലിയൊരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി, ക്ഷീണം കാരണം തൊപ്പി തലക്കീഴി വെച്ചുകൊണ്ട് ഉറങ്ങി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തലയിലൊരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക്
ഉണർന്നെഴുന്നേറ്റപ്പം തൊപ്പിയൊന്നും കാണുവാനില്ല. ഇതെവിടെ പോയി? ചുറ്റുപാടും നോക്കി, ആരോ എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിച്ച് ചുറ്റുപാടും നോക്കുമ്പോഴാണ് മരത്തിൻ്റെ ചില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു കുരങ്ങന്മാർ. അവരെല്ലാം തലയിൽ ഇദ്ദേഹം തലയെ തൊപ്പി വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം തലയെ തൊപ്പി വെച്ചിരിക്കുന്ന പോലെ വെച്ചുകൊണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യം എന്താ? ഈ മനുഷ്യൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ആര് പഠിക്കുന്നത്? വാനരൻ. ഉടനെ പുള്ളിക്ക് മനസ്സിലായി ഈ ഇവന്മാർ ഇനി ഈ തൊപ്പി തിരിച്ചു തരുന്ന പരിപാടിയില്ല എന്ന് മനസ്സിലായി. ഉടനെ പുള്ളി ബുദ്ധിപൂർവ്വം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ തലയിലെ തൊപ്പിയെടുത്ത് ഇങ്ങനെ ഒന്ന് കറക്കി. അപ്പോൾ അതെല്ലാം അവന്മാരും കൂടെ ശ്രദ്ധിച്ചു, കുരങ്ങന്മാരെല്ലാം ശ്രദ്ധിച്ചു. കറക്കിയിട്ട് ഇങ്ങനെ ഒറ്റയേറെറിഞ്ഞു. ഉടനെ കുരങ്ങന്മാരെല്ലാവരും കൂടെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് ഇങ്ങനെ കറക്കി എറിയാൻ തുടങ്ങി. എല്ലാം കൂടെ വാരി ഒരു സഞ്ചിക്കകത്താക്കി അയാൾ സ്ഥലവും വിട്ടു. ഇത് തന്നെയാണ് അനുകരണമെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തെയാണ് വ്യക്തമാക്കുക. കുടുംബ ബന്ധങ്ങളിൽ നമ്മളിൽ വരുന്ന സ്വഭാവങ്ങൾ അനുവർത്തിക്കുന്ന കുട്ടികളുണ്ടെന്നുള്ള ഒരു ബോധത്തോടു കൂടി ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങൾ സ്വബോധത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. അലസതയും മടിയേയും നമ്മൾ വളരെ ദൂരത്തേക്ക് വലിച്ചെറിയുക. ക്രോധം നമ്മുടെ അരികത്ത് പോലും വരാതിരിക്കുക. സദാചാരത്തെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവരായിരിക്കുക. എല്ലാത്തിലും നിറവാർന്ന ബുദ്ധി ഉണ്ടായിരിക്കുക. ഭക്തി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓരോ കർമ്മത്തിലും അത് പ്രതിഫലിക്കണമെന്നർത്ഥം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ട് അനുകരിക്കുന്നവരായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ നല്ല ഭാവികളാകും. കംസൻ ചെയ്തതുപോലത്തെ ഹീനകൃത്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ഇതിൽ ശ്രദ്ധയൂന്നണം. നമ്മുടെ ഗൃഹം ഈശ്വര ചൈതന്യം നിറഞ്ഞതായിരിക്കണമെന്നുള്ള ബോർഡ് എഴുതി വയ്ക്കലല്ല വേണ്ടത്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഐശ്വര്യത്തെ അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ പകർത്താൻ നമുക്ക് സാധിച്ചാൽ ആ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിർവരമ്പുകളൊന്നും സൃഷ്ടിക്കാതെ മനസ്സിനെ വിശാലമാക്കി വെച്ചുകൊണ്ട് ആ മനസ്സിൽ കുടികൊള്ളുന്ന ഈശ്വരനെ എപ്പോഴും സദാ കർമ്മനിരതരായി ആ ഈശ്വരനെ ഭജിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും ഗൃഹത്തിൽ ഇങ്ങനെയുള്ള കംസാദി സ്വഭാവങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. ഇഹത്തിലും പരത്തിലും ആധാരം നീയല്ലോ വടക്കും നാഥ അമര പ്രഭോ. ഇഹത്തിലും പരത്തിലും ആധാരം നീയല്ലോ വടക്കും നാഥ അമര പ്രഭോ. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ.
തിരുജടയിൽ നിന്നുയരുന്ന ജലധാര ദിവ്യൗഷധമായി തീരേണം. തിരുജടയിൽ നിന്നുയരുന്ന ജലധാര ദിവ്യൗഷധമായി തീരേണം. ശ്രീമൂലസ്ഥാനത്ത് വന്നു ഞാൻ നമിക്കുമ്പോൾ നന്ദീശ്വരാ നീ കൃപയേകണം. ശ്രീമൂലസ്ഥാനത്ത് വന്നു ഞാൻ നമിക്കുമ്പോൾ നന്ദീശ്വരാ നീ കൃപയേകണം. എൻ്റെ സന്താപമെല്ലാം തീർക്കേണം. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. ത്രിലോകരക്ഷയ്ക്കു പാലാഴിയിൽ പണ്ടു കാളകൂടം നീ ഭുജിച്ചതില്ലേ? ത്രിലോകരക്ഷയ്ക്കു പാലാഴിയിൽ പണ്ടു കാളകൂടം നീ ഭുജിച്ചതില്ലേ? ഈ വിശ്വമെല്ലാം പ്രളയെ ലയിക്കുന്ന വിശ്വേശ്വരാ നീ കൃപയേകണം. ഈ വിശ്വമെല്ലാം പ്രളയെ ലയിക്കുന്ന വിശ്വേശ്വരാ നീ കൃപയേകണം. ഈ കലിയുഗ വിഷദോഷം തീർക്കേണം. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ. ഇഹത്തിലും പരത്തിലും ആധാരം നീയല്ലോ വടക്കും നാഥ അമരപ്രഭോ. മഹാദേവ അകറ്റൂ എൻ മഹാദുരിതങ്ങളകറ്റൂ.